നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ആഹ്വാനം എവിടെ നിന്ന് പോയതാണ്? പാർട്ടി വൃത്തങ്ങളിൽ നിന്നോ, പിണറായി വിജയനിൽ നിന്നോ, അതോ ചില ആളുകളിൽ നിന്നോ? ഈ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില കേന്ദ്രങ്ങളിൽ ഗൂഢാലോചന നടന്നു എന്നുള്ളത് വ്യക്തമാണ്. പിണറായിയുടെ വാടക വീട്ടിൽ പാർട്ടിക്കാരെ കൂടാതെ മറ്റു ചിലരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പടിയിറങ്ങി മുറ്റത്തേക്ക്. പിന്നാലെ പിണറായി വിജയൻ ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ആ സമയത്താണ് ആക്രമണം തുടങ്ങുന്നത്. കണ്ണൂരിലും കോഴിക്കോടും സമാനമായ രീതിയിൽ റെയ്ഡ് നടന്നിരുന്നു. അവിടെ നിന്ന് ED ഉദ്യോഗസ്ഥർ ഇറങ്ങിപ്പോകുമ്പോൾ കൂക്കിവിളി ഉണ്ടായിരുന്നു, പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളും ഉണ്ടായിരുന്നു. പക്ഷെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. എന്നാൽ തിരുവനന്തപുരത്തെ വീട്ടിലെ റെയ്ഡാണ് അക്രമാസക്തമായത്. പിണറായി ഉത്തരവിട്ടിട്ട് തന്നെ നടന്ന ആക്രമണമാണിതെന്ന് പകൽ പോലെ വ്യക്തമാണ്. പ്രവർത്തകർ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ച് ചീറി അടുത്ത് വരുമ്പോൾ, വെറി പിടിച്ച് നിൽക്കുമ്പോൾ പിണറായി വിജയൻ എങ്ങനെയായിരുന്നു ഇന്നലത്തെ ആ ഒരു രംഗം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? പ്രവർത്തകർ തന്റെ പേരിൽ ആക്രമണം കാട്ടരുതെന്നും തെരുവിൽ ഇറങ്ങരുതെന്നും ഉദ്യോഗസ്ഥരുടെ വാഹനം തകർക്കരുതെന്നും അദ്ദേഹം പറയണമായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. എന്തുകൊണ്ട്? പ്രതിഷേധങ്ങൾ സമാധാനപരമാകണമെന്നും പറഞ്ഞില്ല. EDയെ വിട്ട മോഡിക്കും അമിത്ഷായ്ക്കുമെതിരെ ഒരക്ഷരം പരാമർശമില്ല. കുറ്റം മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് എന്ന മട്ടിലായിരുന്നു സംസാരമൊക്കെ. ED VD മോഡി കൂട്ടുകെട്ട് എന്നുള്ള പ്രഖ്യാപനം. ഈ റെയ്ഡിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ട് അണികളെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ആക്രമണത്തിലേക്ക് തള്ളിവിട്ടു. കഴിഞ്ഞ ദിവസം മുദ്രാവാക്യം വിളിച്ചടുത്ത് വന്ന പലരും പറഞ്ഞത് ഇത് VD സതീശന്റെ കളിയാണ് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞിറങ്ങുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് പിണറായി വിജയന്റെ പഴയ ഗൺമാന്മാർ ആ സ്ഥലത്തെത്തിയിരുന്നു. അതായത് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആ ക്രിമിനൽ ഉദ്യോഗസ്ഥർ. സസ്പെൻഷനിലായ അനിൽകുമാറിനും സന്ദീപിനും പിണറായി വിജയന്റെ വീടിന് മുൻപിൽ എന്തായിരുന്നു ജോലി? പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിക്ക് മുൻപിൽ സസ്പെൻഷനിലുള്ള പേഴ്സണൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും എത്തിയ സംഭവം അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്നത്. ഇത് ഗുരുതരമായ ചട്ടലംഘനവും സുരക്ഷാ വീഴ്ചയുമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് വൃത്തങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് അടിയന്തര അന്വേഷണം നടത്തും. ഇരുവരെയും തന്റെ സുരക്ഷാ വലയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പിണറായി വിജയൻ മുൻപ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അനിൽകുമാറിനെ അനുവദിച്ചിരുന്നു. എന്നാൽ സന്ദീപിനെ പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് രക്ഷാപ്രവർത്തന കേസിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്തതോടെ ഇരുവരും പിണറായിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് തെറിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക സുരക്ഷാ വലയത്തിന്റെ ഭാഗമെന്നോണം നിൽക്കുകയായിരുന്നു അവിടെ. സർക്കാർ സംവിധാനം ഒരുക്കിയ സുരക്ഷയല്ലാതെ പിണറായി സ്വയം ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ED സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇരുവർക്കും പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സസ്പെൻഷനിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമാകാനോ VIP സുരക്ഷാ പരിധിയിൽ പ്രവേശിക്കാനോ പാടില്ല എന്നുള്ളതാണ് നിയമം. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഈ നടപടി സേനയുടെ അച്ചടക്കത്തെയും വിശ്വാസ്യതയെയും ബാധിക്കുന്നതാണ്. പിണറായി വിജയൻ ഒരു പ്രശ്നം ഉണ്ടായി എന്നറിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ ഇരുവരും ഓടി ആ വീടിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പിണറായി വിജയനുമായിട്ട് അത്ര വലിയ ആത്മബന്ധമാണ് ഈ രണ്ടുപേർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തന കേസിൽ നിന്ന് ഇരുവരെയും ഊരിയെടുക്കാൻ പരമാവധി പണിപ്പെടുന്നുണ്ട് പിണറായി വിജയൻ. എന്തായാലും ഇരുവരും കൂറുള്ളവരാണ്. പിണറായിക്ക് വേണ്ടി ഓടിയെത്തി. റെയ്ഡ് നടത്തി പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥരെ പിന്നാലെ പോയി ആക്രമിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ED അടക്കമുള്ള കേന്ദ്ര സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൽ യാതൊരു വിയോജിപ്പുമില്ല. BJPയുടെ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭരണകൂടങ്ങളെ വേട്ടയാടുന്നത് സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയന്റെ മകൾക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്നുള്ളതും സത്യമാണല്ലോ. നിയമം വഴി സ്ഥാപിതമായ ഒരു അന്വേഷണ സംവിധാനം കോടതിയിൽ നിന്നുള്ള അനുകൂല റിപ്പോർട്ടുമായി ഒരു റെയ്ഡിന് വന്നാൽ അതിനോട് സഹകരിക്കാതിരിക്കാൻ പൗരന് പറ്റുമോ? റെയ്ഡ് നടത്തി ഇല്ലാത്തതൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് എടുത്താൽ നമുക്കതിനെ പ്രതിരോധിക്കാം, പ്രതിഷേധിക്കാം. നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്താലോ ആ വീട്ടിലെ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് പോയാലോ നമുക്ക് പ്രതിഷേധിക്കാം. മർദ്ദനമുണ്ടായാൽ സമാധാനം പറയിക്കാം, നമുക്ക് പ്രതിഷേധിക്കാം.
നിലവിലുള്ള പൈശാചിക നിയമത്തിനെതിരെ സമരം ചെയ്യാം. തിരുത്തിക്കാനും നമുക്ക് നോക്കാം. അല്ലാതെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക, വാഹനം അടിച്ചു തകർക്കുക, ഇതുകൊണ്ടൊക്കെ എന്ത് ഫലമാണ് ഉണ്ടാകുക? ഭരണകൂടം കൂടുതൽ അക്രമാസക്തമാകും എന്നത് മാത്രമാണ് അവിടെ സംഭവിക്കുക. പരിശോധന നടത്താനേ പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ രാജ്യത്തെ നിയമത്തിന് മുകളിലാണോ പിണറായി വിജയനും മകളും? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാം. അതിങ്ങനെയാണ്: പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന 10 വർഷങ്ങളിൽ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾ അലന്റെയും താഹയുടെയും അടക്കം നിരവധിയായ മനുഷ്യരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അവരിൽ പലരിൽ നിന്ന് കുറ്റം ചെയ്തതിന് തെളിവ് കിട്ടാഞ്ഞിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട്. താടി വെച്ച് ബൈക്കിൽ പോയ ലോക സമാധാന പ്രചാരകനെ മാവോയിസ്റ്റ് എന്ന് തെറ്റിദ്ധരിച്ച് നട്ടപ്പാതിരയിൽ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്ത് അയാളുടെ ലാപ്ടോപ്പ് അടക്കം എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. സാധാരണ പൗരന്മാർ എന്ന നിലയിൽ അവർക്കോ എനിക്കോ നിങ്ങൾക്കോ ഇത്തരം റെയ്ഡുകളെ തടഞ്ഞു നിർത്താനോ അവരുടെ കാറുകൾ തല്ലിപ്പൊളിക്കാനോ അവരുടെ നേരെ മുഷ്ടി ചുരുട്ടി ചെല്ലാനോ ഒരു അധികാരവുമില്ല. നമ്മൾ ചെയ്താൽ സിസ്റ്റം നമ്മളെ പകൽ വെളിച്ചം കാണാൻ വിടില്ല. നിരപരാധികളും നീതിമാന്മാരും ജയിലിൽ പോകുന്ന നാടുകൂടിയാണ് ഇത്. നമുക്കാകെ ചെയ്യാവുന്നത് നിയമത്തിന് കീഴടങ്ങി റെയ്ഡിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് അതിനോട് സഹകരിക്കലാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയും കീഴടങ്ങണ്ട. കാരണം ഈ ഒരു പോയിന്റിനോട് എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. കാരണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുത്തൻ്റെയും മുൻപിൽ നമ്മൾ കീഴടങ്ങുകയോ തലകുനിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ റെയ്ഡിന് വരുമ്പോൾ അതിനോട് നമുക്ക് സഹകരിച്ചേ മതിയാകൂ. കൃത്യവും വ്യക്തവും സത്യസന്ധവുമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അന്വേഷണവുമായി സഹകരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ വക്കീലിന് കൊടുത്ത് നിയമ പോരാട്ടം നടത്തുന്ന എത്രയോ പേർ ഈ നാട്ടിലുണ്ട്. അനീതി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി എളിയ തോതിലെങ്കിലും പ്രതിരോധം തീർക്കലാണ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടൊക്കെയാണ് അലനും താഹയും സിദ്ദിഖാപ്പനും ഒക്കെ കോടതി വ്യവഹാരങ്ങളുടെ നൂലാമാലകൾക്കിടയിലും നാളെ നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്നത്. പിണറായി വിജയനും മകളും ഇതര കുടുംബാംഗങ്ങളും അന്വേഷണത്തോട് സഹകരിക്കുകയും തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുകയും അതിൻ്റെ മുഴുവൻ രേഖകൾ നൽകുകയും ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങളല്ല, നിങ്ങളുടെ നേതാവ് മോദി വന്നാലും എൻ്റെ കൈ ശുദ്ധമാണ് എന്നും കള്ളക്കേസിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ അഭിമാനത്തോടെ പോകുമെന്നും അദ്ദേഹത്തിന് അവരോട് പറയുന്നതിൽ എന്തായിരുന്നു വിലക്ക്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാം ഈ കൈകൾ ശുദ്ധമാണ് എന്ന്. നിങ്ങൾ എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോളൂ, ഞാൻ അതിനെ നേരിട്ട് കൊള്ളാം എന്ന് പറയാനുള്ള ഒരു ആർജവം പിണറായി വിജയൻ കാണിക്കണമായിരുന്നു. കേരളത്തിലെ ഒരു ജനകീയ നേതാവിനെ തെളിവില്ലാതെ അവരങ്ങ് പിടിച്ച് ജയിലിലിട്ടാൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം തയ്യാറാകുമോ? ഒരിക്കലുമില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല കേരളം. നമുക്ക് വകതിരിവുള്ളവരാണ്. നമ്മളതിനെ ചിന്തിക്കുന്നതും വകതിരിവോടെ തന്നെയായിരിക്കും. കേരളത്തിലെ പൊതുസമൂഹം തെറ്റ് ചെയ്യാത്ത ഒരു നേതാക്കളെയും അങ്ങനെ ഇരുമ്പഴിയിലേക്ക് വിട്ടുകൊടുക്കുന്നവരല്ല. പൊതുസമൂഹം തെറ്റ് ചെയ്യാത്തവർക്കൊപ്പം തന്നെ നിൽക്കില്ലേ? നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എക്സാലോജിക്കും കരിമണൽ കർത്തയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് തനിക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തോട് പങ്കുവച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ കണ്ണിമയ്ക്കാതെ പിണറായിക്കൊപ്പം കുടുംബത്തിനൊപ്പം നിൽക്കും. കാവൽ നിൽക്കില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നതിൽ എന്താണ് കുഴപ്പം? അവർ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ പാലിക്കേണ്ടത്. തെറ്റ് ചെയ്യാതെ പിടിച്ച് തുറുങ്കിലടയ്ക്കാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ആദ്യം ചെയ്യേണ്ടത് അന്വേഷണത്തോട് സഹകരിക്കുക എന്നതാണ്. അല്ലാതെ റെയ്ഡിനും ചോദ്യം ചെയ്യലിനും വന്നവരെ മുഷ്ടി ചുരുട്ടി നേരിട്ടും പാർട്ടിക്കാരെ ഇറക്കി തല്ലിക്കും ഇതൊക്കെ ചില ഭയം ഉള്ളിലുള്ളത് കൊണ്ട് പയറ്റുന്ന അടവുകളല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നമ്മളിവിടെ എത്രയോ നേതാക്കന്മാരെ കണ്ടിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി തനിക്കെതിരെ എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോളൂ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. ആ ഒരു ഭരണാധികാരിയെ നമ്മൾ ചേർത്ത് പിടിച്ചില്ലേ? VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ മകനെതിരെ ആരോപണം വന്നപ്പോൾ എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോളൂ എന്ന് സധൈര്യം പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തോടൊപ്പം നിന്നില്ലേ ഈ കേരള സമൂഹം? അതുപോലെ തന്നെയാണ് പിണറായി വിജയനും കുടുംബവും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തുറുങ്കിലും അടയ്ക്കാൻ ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾക്കും കഴിയില്ല. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പൊതുസമൂഹത്തോട് തെളിയിക്കണം.
പൊതുസമൂഹത്തോട് അത് പറയാനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയനുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലാണ് പിണറായി വിജയൻ. പക്ഷേ 10 വർഷക്കാലത്ത് മുഖ്യമന്ത്രി കസേരയിലായിരുന്നു. ആ സമയത്ത് നടത്തിയ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നെല്ലും പതിരും തിരിക്കാൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം പിണറായി വിജയനുണ്ട്. അല്ലാതെ പാർട്ടിക്കാരെ അണിനിരത്തി അവരെ ചാവേറുകളാക്കി ഇത്തരത്തിലുള്ള നാടകങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് പറയാനുള്ളത്.